കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കാൻ അവസരം ലഭിച്ചു. സങ്കീർത്തനം 104:33 വചനം പഠിപ്പിക്കുന്നു, എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ പ്രസംഗം പുതിയ പാട്ട് ദൈവത്തിന് വേണ്ടി പാടുന്നതിനെ പറ്റിയായിരുന്നു. സങ്കീർത്തനം 96:1 പറയുന്നു, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വിശ്വാസത്തോടെ പാടണം. അപ്പോസ്തല പ്രവർത്തികൾ 16:25 വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെയും തുറന്ന് എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ആരാധനയിൽ വിടുതലുണ്ട്. ചങ്ങലകൾ പൊട്ടും, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം വിട്ടുമാറും. ഹല്ലേലൂയ. പുതിയൊരു പാട്ട് പാടാം, ദൈവത്തിനെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. 2 സാമുവേൽ 6:14 നമ്മൾ കാണുന്നത്, ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു ദൈവം ചെയ്ത നന്മകളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് ബാലനായപ്പോൾ, ഒരു ഇടയനായപ്പോൾ തൻ്റെ ആടുകളെ സംരക്ഷിച്ചു. ദൈവിക അഭിഷേകത്തോടെ മല്ലനായ ഗോലിയാത്തിനെയും പലവിധ പ്രതിസന്ധികളെയും കരടിയും സിംഹത്തെയും ഒക്കെ തൻ്റെ ദൈവനാമത്തിൽ വിജയിച്ചു. ഹല്ലേലൂയ.